ഹലോ ഗൈസ്, ഈ മൺസൂണിന് ഫാമിലിയും ഫ്രണ്ട്സും ഒത്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് ആൻ അൺഎക്സ്പ്ലോർഡ് ഫോറസ്റ്റ് ട്രയൽ ത്രൂ ദ പ്രിസ്റ്റൈൻ വൈൽഡ്നസ് ഓഫ് സൗത്ത് കേരള, ദ വൺ ആൻഡ് ഓൺലി ഗവി. നമ്മൾ ആദ്യമായിട്ടാണ് ഗവിയിൽ വരുന്നത്. 2 days ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വണ്ടിപ്പെരിയാർ പോയി ഫസ്റ്റ് സ്റ്റേ ചെയ്തു. വൈൽഡിങ്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. 40 acres കാടിൻ്റെ നടുവിലാണ് ഈ എസ്റ്റേറ്റ് വരുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് നെക്സ്റ്റ് ഡേ രാവിലത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ ചെന്നപ്പം നമ്മൾ ഇവിടുന്ന് രാവിലെ 9 o'clock ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 o'clock അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 2 o'clock ആയിരുന്നു നമുക്ക് ചെക്കിംഗ് ടൈം. അപ്പം ഇതിലോട്ട് എത്താനുള്ള വഴി തന്നെ ഭയങ്കര കഷ്ടം നിറഞ്ഞതായിരുന്നു. ലൈക്ക് ഫുൾ ഓഫ് റോഡ്, അങ്ങനത്തെ ഭയങ്കര ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് വന്നപ്പം അയ്യോ ഇവിടെ ആരും ഇല്ല, ഭയങ്കര കാട്, ഒറ്റപ്പെട്ട് കിടക്കുന്നു, അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുൾ കംഫർട്ടബിൾ ആയി. കാരണം അതിന് മെയിൻ കാരണം ഈ പുള്ളിയാണ്. ഈ പുള്ളി നമുക്ക് ഇവിടുത്തെ കെയർ ടേക്കർ ആണ്. പുള്ളി തന്നെയാണ് നമുക്ക് ഫുഡെല്ലാം വെച്ച് തന്നത്. പിന്നെ എസ്റ്റേറ്റ് ഫുൾ ഫോറിൻ ഒരു ടച്ചിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് കൂടുതൽ ഫോറിനേഴ്സാണ്. അതിനുശേഷം നമ്മളെ ഇവിടുത്തെ ഏലക്കാത്തോട്ടത്തിലേക്ക് നമുക്കൊരു വാക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഏലക്ക ഇങ്ങനെ ലൈക്ക് അതിൻ്റെ ചെടിയൊക്കെ അടുത്ത് പോയി കാണുന്നതും പിന്നെ അതൊക്കെ കയ്യിലൊക്കെ എടുക്കുന്നതും. ഫുൾ ഏലക്കാത്തോട്ടമാണ്, 40 acres ഏലക്കാത്തോട്ടവും പിന്നെ ഫുൾ കാട് അങ്ങനെയായിരുന്നു. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏലക്കയൊക്കെ പക്ഷെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി പുതിയ ഇത് വരുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഇവിടെ കുറേ ചെടികളുണ്ട്, എന്തൊക്കെയോ ടൈപ്പ് വൈൽഡ്, എനിക്കറിയത്തില്ല അതിൻ്റെ പേരൊന്നും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ സിനമണിൻ്റെ മരം, അതൊക്കെ നമ്മൾ കണ്ടു. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ കിഡ്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ, ലൈക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ, കുറേ ഗ്രൂപ്പ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ട് പോവുകയാണെങ്കിലും ഒരു സമാധാനമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒന്ന്. നിങ്ങൾ ഗവിയിലേക്ക് പോകുന്നതിന് ഒരു പ്രീവിയസ് ഡേ മുന്നേ അല്ല അതിനുശേഷം നിങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ, സ്റ്റേൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം താഴെ. നിങ്ങൾ ഗവിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും ഗവൺമെൻറ് സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂർ പാക്കേജ് വഴിയോ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല 2 വഴിയാണ് നിങ്ങൾക്ക് എൻട്രി ഉള്ളത് ഗവിയിലേക്ക്. ഒന്ന് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴിയും, 2 അങ്കമുഴി സീതത്തോട് അങ്കമുഴി വഴിയും. സീതത്തോട് അങ്കമുഴി വഴിയാണ് വൺ ഓഫ് ദി ഡേഞ്ചറസ് റൂട്ട്. അവിടെ 30 vehicles മാത്രമേ ഒരു ദിവസം കടത്തി വിടുള്ളൂ. അതുമാത്രമല്ല അതുവഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗവിയിൽ ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ വരുന്ന വാഹനത്തിലിരുന്ന് റോഡിൽ കൂടെ പാസ് ചെയ്ത് എക്സിറ്റ് അടിച്ച് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തത് വണ്ടിപ്പെരിയാർ വള്ളക്കടവാണ്. അതാകുമ്പോൾ നമുക്ക് ഗവിയിൽ ഇറങ്ങി ആക്ടിവിറ്റീസും ഗവിയിലെ വൈൽഡ്നസ്സിൽ കൂടി നമുക്ക് ട്രക്കിങ്ങും എല്ലാം പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് അന്ന് ഉറങ്ങി. നെക്സ്റ്റ് ഡേ ആണിത്. നെക്സ്റ്റ് ഡേ ആയിരുന്നു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ മോർണിംഗിലെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ബാൽക്കണി ഫുൾ കോടയായിരുന്നു. ഇത് കുറച്ച് കോട കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതിനെ പറ്റി തന്നെ ചിന്തിച്ച്, ബിക്കോസ് നമ്മൾ അതിൽ ശരിക്കും പറഞ്ഞാൽ മുഴുകിപ്പോയി. പിന്നെ അതിനുശേഷം അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിൽ ടോപ്സ് ഒക്കെ കാണാൻ പറ്റും. അവിടെ തന്നെ ഉണ്ട് ഒരു ട്രീ ഹൗസ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയാണിത്. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. 6 o'clock ഇറങ്ങി. ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ലൈക്ക് കേരള ടൂറിസം, ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 6 o'clock തന്നെ ഇറങ്ങണം, അതുപോലെ തന്നെ 7-7:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ 6 o'clock തന്നെ നമുക്ക് നമ്മുടെ എസ്റ്റേറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മൾ നിന്ന സ്റ്റേയിൽ 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മളുടെ കെയർ ടേക്കർ മണികണ്ഠൻ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി. നമ്മൾ വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റ് എൻട്രി പാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 2 ടൈപ്പ് പാക്കേജ് അവൈലബിൾ ആണ്. ഡേ ആൻഡ് നൈറ്റ് പാക്കേജ്. നൈറ്റ് സ്റ്റേയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കണം. പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ കണ്ടത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാം വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കൂട്ടം വാനരക്കൂട്ടങ്ങളെയാണ്. ഇനി 30 kilometers ഡീപ്പ് ഫോറസ്റ്റിലൂടെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൈഡാണ്. അത് നിങ്ങൾ തന്നെ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്.
അങ്ങനെ നമ്മൾ ഗവിയാർ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസും ഉള്ളത്. ഇവർ തന്നെ നമുക്ക് ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡേ പാക്കേജാണ് എടുത്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ റിഫ്രഷ്മെൻ്റായിട്ട് ഡ്രിങ്ക്സ്, പിന്നെ ഈവനിങ് സ്നാക്സ്, ടീ എല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മളിപ്പം അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്ക് ഒരുപാട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. അതിനുശേഷം ഒരുപാട് ദോശ, ഇഡ്ഡലി, അങ്ങനെ നമ്മളുടെ കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു ട്രെക്കിംഗ് കാണും. അത് 1.5 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 7 കിലോമീറ്റർ അങ്ങനെയാണ്. അത് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ 1.5 കിലോമീറ്ററാണ് ചൂസ് ചെയ്തത്. നമുക്ക് ഒരു ഗൈഡിനെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ ഗൈഡ് മിസ്റ്റർ കാർത്തിക് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് ശബരിമല വ്യൂ പോയിൻ്റ് കാണുന്ന ട്രെക്കിംഗ് ആണ്. ഫസ്റ്റ് പോകുന്ന വഴിയിൽ തന്നെ അവർ മ്യൂസിയം ഉണ്ട് അവിടെ നമുക്ക് മ്യൂസിയത്തിൽ കയറി എലിഫൻറ്റ്, പിന്നെ മ്ലാവ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വൈൽഡ് ആനിമൽസിൻ്റെ സ്കെലിട്ടൺ, പിന്നെ കുറച്ച് പെയിൻറ്റിങ്സ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇത് ആനേൻ്റെ സ്കെലിട്ടൺ ആണ്. ഇതിൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ നമ്മളുടെ ഗൈഡ് തന്നെ എടുത്തു തരും. പിന്നെ ഇതിനെ പറ്റിയിട്ട് അവർ ഫുൾ എക്സ്പ്ലനേഷൻ, കുറേ സ്റ്റോറി ഒക്കെ പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് പിന്നെ ട്രെക്കിംഗ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അവർ നമുക്കൊരു ലീച്ച് പ്രൊട്ടക്ഷൻ സോക്സ് പോലെ ഒരു കിറ്റ് തരും. അത് നമുക്ക് കിട്ടിയാൽ നോർമലി ലീച്ച് കയറില്ല എന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണ്. കാരണം നമ്മൾ നോർമലി പോകുന്ന ട്രക്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾക്ക് ലീച്ചൊന്നും കയറിയിട്ട് ഉണ്ടായിട്ടില്ല. അത്യാവശ്യം മഴ പെയ്ത് കിടന്നതായിരുന്നു, എന്നിട്ടും ലീച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തിങ് എന്ന് പറഞ്ഞാൽ ഇത് ഉറുമ്പിൻ്റെ കൂടാണ്. സാധാരണ ഉറുമ്പൊക്കെ താഴെ മണ്ണിലൊക്കെയാണ് കൂട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഉറുമ്പ് മരത്തിൽ കൂട് വെക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണെന്നാണ് നമ്മളുടെ ഗൈഡ് പറഞ്ഞത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഗൈഡ് പറയുന്നത് ആ കാണുന്നതാണ് ശബരിമല എന്നുള്ളത്. ശരിക്കും നമുക്കിത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കര കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറച്ചധികം നേരം അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ വന്ന വഴിയല്ല, വേറൊരു വഴിയാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് കുറച്ചും കൂടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ലൈക്ക് നമുക്കിത്രയും ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ആൻഡ് ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തു വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗൈഡ്. നമ്മളുടെ ഗൈഡിൻ്റെ പേര് കാർത്തികാണ്. ആരെങ്കിലും പോവുകയാണെങ്കിൽ മിസ്റ്റർ കാർത്തികിനെ പ്രത്യേകം ചോദിച്ച് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കിഡ്സുമായിട്ട് പോകുമ്പം നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും ട്രെക്കിങ്, പിന്നെ ബോട്ടിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്, കുറച്ചും കൂടെ വൈൽഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് കിഡാണെന്നാണ് തോന്നുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ആക്ടിവിറ്റി ബോട്ടിംഗ് ആണ്. ബോട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് നമ്മളവിടെ ഇരുന്നു. അതിനുശേഷം നമ്മളുടെ ബോട്ട് എത്തി. പിന്നെ നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ 10 to 20 മിനിറ്റ്സ് നമുക്കിവിടെ ബോട്ടിംഗ് കാണും. അതിനുശേഷം അവർ നമുക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും.
നമ്മൾ വൈൽഡ് ലൈഫൊക്കെ എന്തെങ്കിലും കാണുമെന്നൊക്കെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒന്നും കണ്ടില്ല. അപ്പം നമ്മളെ വിഷമം കണ്ടിട്ട് നമ്മളുടെ ഗൈഡ് തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പുള്ളിക്ക് അറിയുന്ന കുറച്ച് സൈറ്റിൽ നിന്ന് കുറച്ച് വൈൽഡ് ലൈഫ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. ഇത് മ്ലാവാണ്, ഒരു കൂട്ടം മ്ലാവ് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് മേയുന്ന വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നീൽഗിരി ലംഗൂസ് പോലെയുള്ള മങ്കീസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതൊക്കെ. സ്റ്റേ പാക്കേജ് അല്ലെങ്കിൽ 1 ഡേ പാക്കേജാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസും ഇത് ബുക്ക് ചെയ്യേണ്ട സൈറ്റ് ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ടിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഗവിയിലെ ഒരു പിടി നല്ല ഓർമ്മകൾ നമ്മളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പം ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.